ഹായ് ഹലോ എല്ലാവർക്കും ഷരൂസ് ഫുഡ് ഗാലയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിൾ ക്ലാസിക് അമേരിക്കൻ സാൻഡ്വിച്ച് ആണ്, വെജ് സാൻഡ്വിച്ച് ആണ്. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. തക്കാളി, കുക്കുംബറും വട്ടത്തിലരിഞ്ഞത്, ഒരു തക്കാളിയും ഒരു 1/4 കഷ്ണം കുക്കുംബറും തൊലി കളഞ്ഞരിഞ്ഞതാണ്. പിന്നെ ബ്രെഡ് 4 പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ ബ്രൗണൊക്കെ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഈ ബ്രെഡ് ഒന്നും ചെയ്യില്ല, ഇതുപോലെ തന്നെ എടുക്കണം. പിന്നെ മയോണൈസ് 2 ടേബിൾ സ്പൂൺ, ഇതിൻ്റെ 2 സൈഡിലും തേക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുരുമുളക് പൊടിയും ഉപ്പും അത് അതിൻ്റെ മീത് സ്പ്രിങ്കിൾ ചെയ്യാനുണ്ട്. അപ്പോൾ കുറച്ചെടുത്താൽ മതി നിങ്ങൾ, അതിൻ്റെ മീത് കുറച്ചിടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ആദ്യം ബ്രെഡിലേക്ക് മയോണൈസ് പുരട്ടി കൊടുക്കാം. ഇത് ഹോം മെയ്ഡ് വെജ് മയോണൈസാണ്. അപ്പോൾ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി നേരത്തെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാവുന്നതാണ്. ഓക്കെ, അതിൽ ഒരു സൈഡ് വരട്ടി. ഇനി നമുക്ക് കുക്കുംബറും ടൊമാറ്റോയും വെച്ച് കൊടുക്കാം. ഈ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് നമുക്ക് ഇങ്ങനെ കൊടുക്കാം കേട്ടോ. ഇത് സിമ്പിൾ ക്ലാസിക് അമേരിക്കൻ സ്റ്റൈൽ സാൻഡ്വിച്ച് ആണിത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാരറ്റ്, മറ്റ് വെജിറ്റബിൾസ് എല്ലാം നമുക്ക് ആഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ മീതെ നമ്മൾ ഉപ്പും കുരുമുളക് പൊടിയും ഇടുകയാണ്. കുറച്ച് ഉപ്പ്, അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി. വീട്ടിൽ തന്നെ കുരുമുളക് പൊടിച്ച് തന്നെ നല്ല എരിവുണ്ട്. അപ്പോൾ കുറച്ച് ഞാൻ ഇടുന്നുള്ളൂ. കുട്ടികൾക്കൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ച് മതിയല്ലോ, ഒരുപാട് വേണ്ടല്ലോ അവർക്ക്. ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇനി ഒരു ബ്രെഡ് സ്ലൈസ് നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ, അതിനകത്ത് മറ്റേ ഭാഗത്ത് മയോണൈസ് സ്പ്രെഡ് ചെയ്ത് നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. സിമ്പിളാണല്ലേ. ഒരു തക്കാളിയും ഈ കുക്കുംബറും കട്ട് ചെയ്യുന്ന സമയം മാത്രമേ ഉള്ളൂ. ഈ മയോണൈസ് സ്പ്രെഡ് ചെയ്യാനൊന്നും അധികം സമയമൊന്നും വേണ്ട. നമുക്കൊരു 5 മിനിറ്റ് ഉള്ളിൽ നമുക്കിതെല്ലാം റെഡിയാക്കി എടുക്കാം. ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ബ്രെഡ് ടോസ്റ്റ് ചെയ്തില്ല, നമ്മളിങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. അതാണ് ഈ സാൻഡ്വിച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയണേ. നമ്മളങ്ങനെ തന്നെ എടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം. ട്രയാങ്കിൾ വേണമെങ്കിൽ ആ ഷേപ്പിൽ കട്ട് ചെയ്യാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. സിമ്പിളാണ്, ഹെൽത്തിയാണ്. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് നമുക്ക് വീണ്ടും കാണാം.